ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ വിദേശകാര്യ വൈദ്യുതി അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ അമേരിക്കയുടെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക അറിഞ്ഞുള്ള ആക്രമണമാണ്, സംശയമില്ല. ഖത്തറിൻ്റെ ഈ വിഷയത്തിൽ തങ്ങളുടെ രാജ്യത്തിനകത്ത് കയറി കൈകാര്യം ചെയ്തിട്ടും ദുർബലമാണ് കാര്യങ്ങൾ. ഇസ്രായേലിൻ്റെ വഴിക്ക് എത്തുകയാണോ എല്ലാം? ഇസ്രായേലിന്റെ വഴിക്കാണ് പൊതുവെ കാര്യങ്ങളുടെ ഒരു നീക്കം. കാരണം അമേരിക്കയെ അറിയിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഈ സാഹസം കാട്ടിയിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ബോധ്യമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു GCC രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. പ്രത്യേകിച്ച് 73 യുദ്ധത്തിന് ശേഷം, അറബ് ഇസ്രായേലി യുദ്ധത്തിന് ശേഷം ഒരു ആക്രമണവും GCC മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതേസമയം GCCക്ക് പുറത്തുള്ള അറബ് മേഖലയിൽ, സിറിയയിലാകട്ടെ ഇറാഖിലാകട്ടെ പല രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറബി ലോകത്തിന് പുറത്ത് ഇറാനുമായി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ചില പദ്ധതികളോടുകൂടി തന്നെയാണ് ഇസ്രായേലിന്റെ വിമാനങ്ങൾ നിശ്ചിത ടാർഗറ്റാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. 38ഓളം പേരാണ് മരിച്ചതായി കണക്കാക്കപ്പെടുന്നത്. അതിൽ ഹമാസിന്റെ ഇപ്പോഴത്തെ ഉന്നത നേതൃത്വം ഉണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഹമാസിനെ ലോകത്തിന്റെ ഏതറ്റത്ത് പോയി ആണെങ്കിലും ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നതിന്റെ മറ്റൊരു സൂചനയാണ് ഇറാനിൽ സംഭവിച്ചത്. നമുക്കറിയാം, ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടത് ഇറാനിൽ വെച്ചാണ്. ഇറാന്റെ സംരക്ഷണ കവചത്തിനുള്ളിൽ വെച്ചാണ് അദ്ദേഹം ടാർഗറ്റഡായി വധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഖത്തറിൽ പ്രഥമമായി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ വരാഴികകൾ അറിയാതെ അല്ല ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അറബ് ലോകം ഇസ്രായേലിനെതിരെ ഒരിക്കൽ കൂടി ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നിക്കണമെങ്കിൽ അമേരിക്കയുടെ കൂടെ അനുഗ്രഹാശിസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അറബ് ലോകത്തിന് അങ്ങനെ ചെയ്യാനാവൂ. കാരണം അമേരിക്കയുടെ ഒരു സഖ്യത്തിൽ തന്നെ പെടുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് അവരൊരു ആക്റ്റീവ് യുദ്ധത്തിലേക്ക്, ഇസ്രായേലിനെതിരെയുള്ള ആക്റ്റീവ് ആക്രമണത്തിലേക്ക് നീങ്ങും എന്ന് ഇപ്പോൾ കരുതാനാവില്ല. അത് മാത്രമല്ല, അമേരിക്കയുടെ അറിവും സമ്മതവും എല്ലാം ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അമേരിക്ക ആ സ്ഥിരീകരണം നൽകി കഴിഞ്ഞാൽ പിന്നെ പന്ത് ഖത്തറിന്റെ കോർട്ടിലാണ്. ഖത്തറിനെ പിന്നെ ആശ്രയിക്കാൻ നോക്കുന്നത് അറബ് ലീഗിനെയും GCCയെയും ഒക്കെയാണ്, ഒപെക് രാജ്യങ്ങളെയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇസ്രായേലിനെതിരെ ഒരു പോരാട്ടം നടത്താനുള്ള ശേഷിയും ശേമുഷിയും ഉണ്ടോ എന്നത് മറ്റൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇവിടെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ നയതന്ത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹത്തിന് ഇനിയിപ്പോ പിടിപ്പത് പണിയാണ് ഉണ്ടാവുക. മധ്യപൂർവ്വ പ്രദേശത്തെ സ്ഥിതിഗതികൾ ഒരിക്കൽ കൂടി ശാന്തമാക്കണം എന്ന ഒരു ചിന്ത അമേരിക്കയ്ക്കുമുണ്ട്. കാരണം ട്രംപ് സമാധാനത്തിന് ദൂതനാവുകയും ട്രംപ് അധികാരം ഏറ്റെടുത്തത് മുതൽ തന്നെ നിലവിലുള്ള യുദ്ധങ്ങൾ മൂർച്ഛിക്കുകയും പുതിയ യുദ്ധമുന്നണികൾ തുറക്കുകയും ചെയ്യുന്ന ഒരു അശുഭകരമായ അന്തരീക്ഷം. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നൊബേൽ സമ്മാന മോഹങ്ങളെല്ലാം, സമാധാന സമ്മാന മോഹങ്ങളെല്ലാം തന്നെ ഓരോരോ ആക്രമണത്തോടെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഇസ്രായേലി ആക്രമണത്തെ അപലപിക്കാൻ അമേരിക്ക തയ്യാറാവുമോ? ഖത്തറിന് പിന്തുണ നൽകാൻ അമേരിക്ക തയ്യാറാവുമോ? അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രസ്താവന, ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രസ്താവന ഉണ്ടാകുമോ? ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. അത് മാത്രമല്ല, എങ്ങനെയാണ് ഖത്തർ ഇതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ ഖവാർഡിക് ആക്ട് എന്ന രീതിയിലാണ് ഖത്തർ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ഭീരുക്കളുടെ ആക്രമണമാണ് എന്ന രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അത് മാത്രം. നന്ദി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ വിശകലനത്തിന്. മധ്യസ്ഥ ചർച്ചയ്ക്കിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതാണ് ഇപ്പോൾ മോഹൻ വർഗീസ് വിലയിരുത്തിയ കാര്യങ്ങളുണ്ട് മിഥുന്, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അല്പസമയത്തിനകം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ വാക്കുകൾ. For the 4th straight month, 0 illegal aliens were released into the United States by CBP. Nationwide encounters are down 93%, below the peak of the Biden administration. Border Patrol apprehensions on the southwest border in the entire month of August were less than what was apprehended in 4 days in August 2024. അത് പ്രതീക്ഷിക്കണം. അല്പസമയത്തിനകം ഇപ്പോൾ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണം. ഇവിടെയാണ് ഈ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ വരുതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളെങ്കിൽ പോലും ഇങ്ങനെ എത്ര നാൾ തുടരാൻ സാധിക്കും? ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ, ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങളിൽ, അതൊക്കെ പ്രതീക്ഷിക്കണം ഇനി. തീർച്ചയായും സ്വാഭാവികമായും ലോകരാജ്യങ്ങളടക്കം ഇതിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നത് നമുക്ക്
വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധം വഷളാക്കാൻ ഇന്ത്യ സ്വാഭാവികമായും ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് ഖത്തറുമായും, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും സമാനമായ രീതിയിലുള്ള ബന്ധം വെച്ചു പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും പിണക്കാതെ ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ എന്തായാലും മുന്നോട്ട് വരികയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇന്ത്യയുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലൊക്കെ തന്നെ ഇപ്പോൾ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ എങ്ങനെയാവും? സ്വാഭാവികമായും നമുക്കറിയാം, ഒരു നോബൽ പ്രൈസ് മോഹിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ, പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ വലിയ തിരിച്ചടിയാവുമെന്നുള്ള വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം US-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ പ്രസ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. മറ്റ് ഹെപ്സൺ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദോഹ അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ പ്രതികരണം വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ആക്രമണത്തെ അപലപിച്ച് ഖത്തർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് അവർ പിന്മാറുന്നു. അതുകൊണ്ട് തന്നെ ഗാസയിൽ ഇനി എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ വഴിക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ലക്ഷ്യമിട്ടത് ഹമാസിനെയാണെന്ന് ഇസ്രായേൽ പറയുമ്പോൾ പോലും തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ ഹമാസിൻ്റെ അവസാന ആണിക്കല്ലും ഊരിയെടുത്തതിന് ശേഷം മാത്രമേ തങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയാണ്. പ്രത്യേകിച്ച് ഇനി അവിടെ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോയി തങ്ങളുടെ രാജ്യത്തിന് മേൽ ഉണ്ടായിട്ടുള്ള ആ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുക. നമുക്കറിയാം, നേരത്തെ ഹിസ്ബുള്ളയും ഹൂതികളെയും ഒക്കെ ഒതുക്കിയതുപോലെ തന്നെ പ്രത്യേകിച്ച് മുൻകാലങ്ങളിലുള്ള ഒരു കരുത്ത് ഹിസ്ബുള്ളയ്ക്കും പ്രത്യേകിച്ച് ഹൂതികൾക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ചെങ്കടൽ മേഖലയിലൊക്കെ ചില രീതിയിൽ സ്വാധീനമുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ സ്വാധീനം ഇസ്രായേൽ അറ്റാക്കിലൂടെ നഷ്ടമാകുമെന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു ആദ്യ പടി എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ അറ്റാക്കിനെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു തരത്തിലും ഇപ്പോഴുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് തങ്ങൾ അനുകൂലമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മുൻകാലങ്ങളിലൊക്കെ സമാനമായ ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി തന്നെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അനുമതിയോട് കൂടി തന്നെയായിരുന്നു ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. അതേ സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് വിലയിരുത്തപ്പെടാം. എന്തായാലും ഈ ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടത് ഈ ഹമാസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഹമാസ് പറയുന്നതനുസരിച്ച് അവർ ഇതിനെ അതിജീവിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ നേതാക്കളൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും പുറത്തുവിടാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഖത്തറാണ് ഇതിൽ കൃത്യമായ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. This morning, the Trump administration was notified by the United States military that as Israel was attacking Hamas, which very unfortunately was located in a section of Doha, the capital of Qatar. Unilaterally bombing inside Qatar, a sovereign nation and close ally of the United States that is working very hard and bravely taking risks with us to broker peace, does not advance Israel or America's goals. However, eliminating Hamas, who have profited off the misery of those living in Gaza, is a worthy goal. President Trump immediately directed Special Envoy Witkoff to inform the Qataris of the impending attack, which he did. The president views Qatar as a strong ally and friend of the United States and feels very badly about the location of this attack. President Trump wants all of the hostages in Gaza and the bodies of the dead released, and this war to end now. President Trump also spoke to Prime Minister Netanyahu after the attack. The Prime Minister told President Trump that he wants to make peace, and quickly. President Trump believes this unfortunate incident could serve as an opportunity for peace. The president also spoke to the Emir and Prime Minister of Qatar and thanked them for their support and friendship to our country. He assured them that such a thing will not happen again on their soil. To be clear, the president disagrees with the location of the strike and that he passed that along to Prime Minister Netanyahu.
The president just confirmed that in the statement that I just read to you, which I spoke with him about before coming out here. Jackie. Thank you, Caroline. So is the president upset with Netanyahu now? The president made his thoughts and concerns about this very clear, and he spoke again both to Prime Minister Netanyahu and also the Emir and the Prime Minister of Qatar after this attack. And the president has always made it very clear that he wants peace in the Middle East, just like he sought that and accomplished that in his first term. He expects all of our allies and friends in the region, that includes both Qatar and Israel, to seek peace as well. And he wants to see that happen, and he's working with all of our allies in the region to get that done. Are there any consequences, so to speak, for Netanyahu doing this, as it sounds, against the president's wishes, or at least his belief that it was appropriate? Is there going to be any directive from the president to Netanyahu in terms of what's allowed in the future? And also, is there any concern this could jeopardize the Abraham Accords? Look, that's a decision only the president can make. With respect to your first question, to answer your second question, as you heard from the president, he said he believes that this can serve as an opportunity for peace, and he's easily and aggressively pursuing it with all of our allies and partners in the region. Jennifer. Just to follow up on that, Caroline, are you able to say how often the president spoke to the Prime Minister of Israel before this? Because that's one question. And then what did he mean on Sunday when he posted, "I've given my last warning to Hamas," etc.? He wasn't talking about this strike on Doha? No, he was not. As I told you, the Trump administration was notified by the United States military that Israel was attacking Hamas, and the president spoke to the Prime Minister after the attack, as well as, again, the Emir and the Prime Minister of Qatar. And I know Secretary Rubio and Special Envoy Witkoff were present for that call with the Qataris as well. Reagan. Thanks, Caroline. I have two questions for you on the crime crackdown. Sure. Democrats have tried to argue that red states have higher crime rates while overlooking problems of high crime in blue cities. I'm wondering if the president would consider working with red state governors to fix high crime in blue cities like in Memphis, Tennessee. So first of all, I want to get to the premise of your question, Reagan, which is being pushed by Democrats, that there is crime in red states. Of course, there is crime in all states, but the crime in these cities is all in cities that are... അമേരിക്കൻ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ കേട്ടത്. പ്രസിഡന്റ് ട്രംപ് അപലപിക്കുന്നുണ്ട് ആക്രമണത്തെ എങ്കിൽ പോലും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക സമാധാനം, മിഥുൻ, സമാധാനമെന്ന് ട്രംപ് പറയുമ്പോഴും സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നെന്ന് പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങൾ തങ്ങൾ അറിഞ്ഞു തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്ക. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് അവരൊരു സ്ഥിരീകരണം നടത്തുന്നു എന്നുള്ളതാണ്. ഈ ആക്രമണത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ഹമാസ് നേതാക്കളെ അറ്റാക്ക് ചെയ്യാൻ, ദോഹയിൽ അറ്റാക്ക് നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഒരു നിർദ്ദേശം നൽകിയിരുന്നു, ഇത് ഖത്തറിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള കൂടിയാണ് സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ അറ്റാക്ക് നടന്നതിന് ശേഷം പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറുമായി സംസാരിച്ചിരുന്നു. ഖത്തർ അമീറിന് കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കാരണം ഒരു തരത്തിലും മധ്യസ്ഥ ചർച്ചകൾക്ക് അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് വഴിവെക്കുകയും ചെയ്ത് ഇനി ഒരു തരത്തിലുമുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ദോഹയിലേക്കോ അല്ലെങ്കിൽ ഖത്തറിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ ഉണ്ടാകില്ല എന്ന് ഉറപ്പുകൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയതായിട്ടാണ് അറിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രസ് സെക്രട്ടറി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി, ഈ അറ്റാക്കിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇനിയുള്ള ചർച്ചകൾ അത് വേഗത്തിലാക്കണം, ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. പക്ഷേ അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ പ്രസ് സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം അല്ലെങ്കിൽ ദോഹയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വിവരം അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിരുന്നു. അമേരിക്കയുടെ പച്ചക്കൊടി ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയതെന്ന് കൂടി ഇപ്പോൾ
വെളിവാകുന്നു എന്നുള്ളതാണ്. അതിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു അവസാന വാണിംഗ് നൽകിയിരുന്നു ഹമാസ് നേതാക്കൾക്ക്. ഇനിയും കാത്തിരിക്കാൻ സാധിക്കില്ല, ഇനിയും ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്കുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഉടനടി തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണം, അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം, അതായത് ആയുധം വെച്ച് കീഴടങ്ങണമെന്നുള്ള നിർദ്ദേശം പാലിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ അവസാനത്തെ വാണിംഗ്. ആ വാണിങ്ങിനോട് അവർ ഒരു ബിഗ് നോ പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.